ഒരു ബക്കറ്റിന്റെ ആകൃതിയിലുള്ള വാട്ടർ ടാങ്ക് മുകളിൽ 50 സെന്റിമീറ്ററും താഴെ 32 സെന്റിമീറ്ററും വ്യാസമുള്ളതാണ്. 42 സെന്റിമീറ്റർ ഉയരമുള്ള ഈ വാട്ടർ ടാങ്കിന്റെ ശേഷി ലിറ്ററിൽ എത്ര? പൈയുടെ വില 22/7. ഇത് 26/9/24 നടന്ന SIF പോലീസ് ആംഡ് ഫോഴ്സ് SI മെയിൻ പരീക്ഷയുടെ ചോദ്യമാണ്. ഏകദേശ ചിത്രം എന്താണ്? ഇതാണ് ബക്കറ്റിന്റെ ആകൃതിയുള്ള വാട്ടർ ടാങ്ക്. ഇതിന് നമ്മൾ വൃത്തസ്തൂപിക പീഠം എന്ന് പറയും. കാരണം വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ ഈ താഴത്തേക്കും കൂടി ഇങ്ങോട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ വൃത്തസ്തൂപികയാണ്. അതിൻ്റെ അടിഭാഗം മുറിച്ച് കളഞ്ഞാൽ അവശേഷിക്കുന്നതാണത്. ഇതിനെ വൃത്തസ്തൂപിക പീഠം എന്ന് പറയും. നമുക്ക് ഇത് മുകളിലെ വ്യാസമാണ് 50 ഡയമീറ്റർ. അപ്പോൾ ആരം പകുതിയാണ്. മുകളിലെ ആരം അതിൻ്റെ പകുതി 50/2, റേഡിയസ് 50/2 25. അതുപോലെ താഴത്തെ വ്യാസം 32 ആണ്, താഴത്തെ ഡയമീറ്റർ. അപ്പോൾ താഴത്തെ റേഡിയസ് ആരം അതിൻ്റെ പകുതി 32/2 16. പിന്നെ ഉയരം ഇതിൻ്റെ ഉയരം തന്നിട്ട് എത്രയാണ്? 42 h 42. വൃത്തസ്തൂപിക പീഠത്തിൻ്റെ വ്യാപ്തം, ഇതിൽ ശേഷി ലിറ്ററിൽ കാണുക പറഞ്ഞാൽ വ്യാപ്തമാണ് കാണേണ്ടത്. ഇതിൽ കപ്പാസിറ്റി കാണണം. വ്യാപ്തം സൂത്രവാക്യം വോളിയം 1/3 πh × r² + r² + r × r. വില കൊടുക്കുക 1/3 × പൈയുടെ വില 22/7 × h നമുക്കറിയാം 42 ആണ്. ബ്രാക്കറ്റിൽ വലിയ r² എത്രയാണ്? 25² പ്ലസ് ചെറിയ r² 16² പ്ലസ് വലിയ r ഇൻറ്റു ചെറിയ r 25 × 16. ഇതിൽ നമുക്ക് ഈ 3 × 7 21 വരെ ഗുണിക്കുമ്പോൾ 21. ആ 21 42 വെട്ടുമ്പോൾ മുകളിൽ 2 വരും. അപ്പോൾ മുകളിൽ എന്താ ഉള്ളത്? 22 × 2 ഉണ്ട്. ബ്രാക്കറ്റിൽ 25² 625 പ്ലസ് 16² 256 പ്ലസ് 25 × 16 400. 22 × 2 44 ഇൻറ്റു നമുക്ക് ഇതെല്ലാം കൂടി കൂട്ടണം. കൂട്ടുമ്പോൾ നമുക്ക് 1281 കിട്ടും. ഈ ബ്രാക്കറ്റിലെല്ലാം കൂടി കൂട്ടുമ്പോൾ 1281. ഇനി നമ്മൾ 44ഉം 1281 കൂടി ഗുണിച്ചു. അപ്പോൾ 56,364 കിട്ടി. 56,364. ഇത് സെന്റിമീറ്റർ ക്യൂബ്. കാരണം വ്യാപ്തല്ലേ, വ്യാപ്തത്തിന്റെ യൂണിറ്റ് സെന്റിമീറ്റർ ക്യൂബ്. എല്ലാം സെന്റിമീറ്റർ ആണല്ലോ, അളവുകളൊക്കെ സെന്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെന്റിമീറ്റർ ക്യൂബ്. ചോദ്യത്തിൽ എന്താ? ലിറ്ററിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിക്കണം. സെന്റിമീറ്റർ ക്യൂബിനെ ലിറ്റർ ആക്കാൻ 1000 കൊണ്ട് ഹരിക്കണം. അപ്പോൾ 56,364 നമ്മൾ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്യും? 1000ൽ 3 പൂജ്യമാണ്. അപ്പോൾ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 3 സ്ഥാനം ഇടത്തോട്ട് നീക്കി കുത്തണം. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 3 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടുക. അപ്പോൾ എന്ത് വരും? 56.364 ലിറ്ററാണ് ഈ ടാങ്കിന്റെ ശേഷി.